ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഈശോയിലുള്ള വിശ്വാസവും വിശ്വസ്തതയും അനുദിനം നിങ്ങൾ ഓരോരുത്തരിലും വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പഴയ നിയമത്തിലെ ശക്തനായ ഒരു പ്രവാചകനായിരുന്നു ദാനിയേൽ പ്രവാചകനെ പറ്റി പറയുമ്പോൾ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ചങ്കൂറ്റത്തോടെ നെഞ്ചു വിരിച്ചു നിന്നിരുന്ന ഒരു പ്രവാചകനായിരുന്നു. അങ്ങനെ ദാരിയൂസ് രാജാവിന്റെ ഭരണകാലത്ത് ആ രാജ്യത്തിന്റെ അധിപനായിട്ട് ദാനിയേൽ പ്രവാചകനെ നിയോഗിക്കുവാൻ തീരുമാനിക്കുമ്പോൾ മറ്റുള്ള ഭരണാധികാരികൾക്ക് ഈ ദാനിയേൽ പ്രവാചകനോട് നീരസം തോന്നുകയും അവരെല്ലാം കൂടിയാലോചിച്ച് ദാനിയേൽ പ്രവാചകനെതിരെ ഒരു പണി കൊടുക്കുവാനും തീരുമാനിച്ചു. നമ്മുടെ നിത്യജീവിതത്തില്, ശുശ്രൂഷ ജീവിതത്തില്, ഭൗതിക ജീവിതത്തില്, കുടുംബ ജീവിതത്തില് ഇതുപോലെ പണി തരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ഭരണാധികാരികള് ദാരിയൂസ് രാജാവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, വരുന്ന 30 ദിവസത്തേക്ക് അങ്ങയോടല്ലാതെ മറ്റേതെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അവരെ സിംഹങ്ങളുടെ കുഴിയിൽ എറിഞ്ഞു കൊല്ലണമെന്ന്. ദാരിയൂസ് രാജാവ് ഇത് അംഗീകരിച്ച് ആ രാജ്യത്ത് കൽപ്പനയായിട്ട് പുറപ്പെടുവിച്ചു. എന്നാൽ ദാനിയേൽ പ്രവാചകൻ എല്ലാ ദിവസവും ഇസ്രായേലിന്റെ സർവശക്തനായ ദൈവത്തോട് 3 നേരം മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഈ ഭരണാധികാരികളെ ഇത് കാണുകയും ദാരിയൂസ് രാജാവിന്റെ അടുക്കൽ ചെന്ന് പറയുകയും ചെയ്തു, ദാനിയേൽ പ്രവാചകൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ദാരിയൂസ് രാജാവിന് ദാനിയേൽ പ്രവാചകനോട് ഒരു സ്നേഹമുണ്ടായിരുന്നു. എന്നാലും രാജകൽപ്പന മാനിച്ചുകൊണ്ട് ഈ ദാനിയേൽ പ്രവാചകനെ സിംഹങ്ങളുടെ കുഴിയിലേക്ക് എറിയുന്നു. എന്നാൽ ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയിരുന്ന, ദൈവത്തോട് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദാനിയേൽ പ്രവാചകനെ സിംഹങ്ങളുടെ വായടപ്പിച്ച് ദൈവം ദാനിയേൽ പ്രവാചകനെ രക്ഷിക്കുന്നതായിട്ട് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. ഇതറിഞ്ഞപ്പോൾ ദാരിയൂസ് രാജാവ് ദാനിയേൽ പ്രവാചകനെതിരെ ഗൂഢാലോചന നടത്തിയ ആ ഭരണാധികാരികളെ ആ സിംഹങ്ങളുടെ കുഴിയിലേക്ക് എറിയുന്നു. ആ നിമിഷം തന്നെ സിംഹങ്ങള് ആ ഭരണാധികാരികളെ കടിച്ചു കീറി കൊല്ലുന്നതായിട്ടും നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കാലഘട്ടത്തില് ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വൈദികര്, സന്യസ്തര്, ആത്മായ ശുശ്രൂഷകര്, അല്ലെ കുടുംബജീവിതം നയിക്കുന്നവര്, ഇവർക്കെതിരെയൊക്കെ ഈ പണി കൊടുക്കുവാൻ വേണ്ടിയൊക്കെ ഇറങ്ങുമ്പോൾ ഈ ഭരണാധികാരികൾക്കുണ്ടായ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വരും. നമ്മൾക്കെതിരെ ഈ ശത്രുക്കളെ ഇതുപോലെ പണിയൊക്കെ തരുവാൻ വേണ്ടി വരുമ്പോൾ നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായത്തില് അനുഗ്രഹങ്ങളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങള്. അതില് നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 7-ാം വാക്യം, നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഏതെങ്കിലും വിഷമസന്ധികളിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട. കാരണം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ വിശ്വസ്തത കാണിക്കുന്ന ആ ദൈവം നിങ്ങളെ ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും രക്ഷിക്കുവാൻ മതിയായവനാണ്. മൂന്ന് യുവാക്കന്മാരെ തീച്ചൂളയിലേക്ക് എറിഞ്ഞപ്പോൾ ആ തീച്ചൂളയുടെ മധ്യേ ഇറങ്ങി വന്ന പൊന്നുതമ്പുരാൻ ഇന്നും ജീവിക്കുന്നു. ആൽഫയും ഒമേഗയുമായ പൊന്നുതമ്പുരാൻ ഇന്നും ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഏതെങ്കിലും വ്യക്തികൾക്ക് പണി കൊടുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ അനുദപിക്കുമ്പോൾ അവരെ കർത്താവ് അനുഗ്രഹിക്കും. എന്നാൽ ഇതുപോലെ പണികൾ മേടിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുകയോ വേണ്ട. സർവശക്തനായ ദൈവം നിങ്ങളെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്. ഈ ഒരു സന്ദേശം പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഇതുപോലെ വിഷമത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിനെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടേണ്ട. നിങ്ങൾ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുക. വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ കർത്താവിനെ നോക്കി യാത്ര ചെയ്യുമ്പോൾ സ്വർഗത്തിന്റെ വലിയ സംരക്ഷണവും സാന്നിധ്യവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും വിശുദ്ധ മിഖായേൽ ദൂതന്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥത്താൽ
ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ എല്ലാ കുടുംബങ്ങളിലും, എല്ലാ മാതാപിതാക്കന്മാരിലും, എല്ലാ കുഞ്ഞുമക്കളിലും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആവേ മരിയ.